എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 2 ശ്ലോകം 3, 4, 5, 6, 7 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. നാരദ മഹർഷി വസുദേവരോട് നിമി നവയോഗി സംവാദത്തെ കുറിച്ച് പറയുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 3. തമേകദാതു ദേവർഷിം വസുദേവോ ഗൃഹാഗതം അർച്ചിതം സുഖമാസീനം അഭിവാദ്യേതമബ്രവീത്. അങ്ങനെ ഒരു ദിവസം നാരദ മഹർഷി വസുദേവന്റെ ഗൃഹത്തിൽ വന്നു. ദ്വാരകയിൽ വസിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവായ ആ ദേവർഷിയെ കണ്ട ഉടനെ വസുദേവരെ എതിരേറ്റ് കൂട്ടിക്കൊണ്ടുവന്നു. നമസ്കാരാദികളൊക്കെ ചെയ്തു, പൂജിച്ചു, സുഖാസനത്തിലിരുത്തി. എന്നിട്ട് അതിവിനയത്തോടു കൂടി സമീപത്ത് തൊഴുതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. വസുദേവ ഉവാച ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയേ സർവദേഹിനാം കൃപണാനാം യഥാ പിത്രോ ഉത്തമ ശ്ലോകവത്മനാം. വസുദേവൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന 3 വിധ ദുഃഖങ്ങളാൽ ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന സകല ദേഹികളുടെയും സന്താപങ്ങള് സംഹരിച്ച് അവർക്ക് സുഖം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങ് ഈ ലോകത്തിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനമ്മമാര് പുത്രന്മാരുടെ സമീപത്തിലേക്ക് പോകുന്നത് സ്വന്തം പുത്രന്മാരെ മാത്രം അനുഗ്രഹിച്ച് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെയല്ല അങ്ങയുടെ വരവ്. ജന്മമെടുത്തവരെ എല്ലാം അനുഗ്രഹിക്കാനാണ്. ലോകക്ലേശത്തെ നശിപ്പിക്കുന്ന കരുണാലുവായ ലോകപിതാവാകുന്നു അവിടുന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ വരവ് കൊണ്ട് അന്യർക്ക് സുഖം എങ്ങനെ ഉണ്ടാവുക എന്നാണ് അങ്ങ് ചോദിക്കണമെങ്കിൽ പറയാം. സംസാര ദുഃഖങ്ങൾക്ക് മൂല കാരണം അറിവില്ലായ്മയാണ്. അതാണ് അവിദ്യ എന്ന് പറയപ്പെടുന്നത്. അവിദ്യ നശിപ്പിച്ച് ആത്മാനന്ദം അനുഭവപ്പെടുത്തുന്ന മാർഗം ഭഗവത് സേവയാകുന്നു. അപ്രകാരമുള്ള ഭഗവാനെ ഇന്ന വിധമാണ് സേവിക്കേണ്ടത് എന്നുള്ള പരമാർത്ഥം അങ്ങ് ഉപദേശിക്കുന്നു. അതിനാൽ അറിവുണ്ടാക്കി തീർത്ത് അറിവില്ലായ്മ നശിപ്പിക്കുന്ന അങ്ങയെ പോലുള്ള മഹാന്മാരുടെ എല്ലാ വ്യാപാരവും ലോകത്തെ അനുഗ്രഹിക്കാൻ തന്നെയാണ്. അതിനാൽ ഭഗവത് ഭക്തന്മാരുടെ സംസർഗമാകുന്ന രാജവീതിയിൽ കൂടി സഞ്ചരിക്കുന്നവർ ഭഗവത് സമീപത്തിൽ തന്നെ വന്നു ചേരും. മാതാപിതാക്കന്മാരുടെ ആഗമനം അവരുടെ സന്താനങ്ങളെയും മഹാജനങ്ങളുടെ ആഗമനം സകല ദുഃഖിതരെയും സന്തോഷിപ്പിക്കും. അങ്ങയുടെ ആഗമനമാകട്ടെ സകല ജനങ്ങളെയും ഒരുപോലെ സുഖിപ്പിക്കും എന്നാണ് സാരം. നാരം എന്ന് പറഞ്ഞാൽ പാപം, അതിന് ഗതി എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കുന്നു, നശിപ്പിക്കുന്നു. അതുകൊണ്ട് നാരദൻ, നാരത്തെ നശിപ്പിക്കുന്നവൻ, പാപത്തെ നശിപ്പിക്കുന്നവൻ നാരദൻ എന്നുള്ള ആ ഒരു അർത്ഥം കൂടി വസുദേവര് പ്രകാശിപ്പിച്ചു എന്നർത്ഥം. നാരദൻ എന്നുള്ള വാക്കിന് തന്നെ പാപത്തെ നശിപ്പിക്കുന്നവൻ ആണെന്ന് അർത്ഥമെന്ന് എന്നാണ് വസുദേവര് പറഞ്ഞതിന്റെ അർത്ഥം. ഭൂതാനാം ദേവചരിതം ദുഃഖായ ച സുഖായ ച സുഖായൈവ ഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം. ഭഗവത് ഭക്തന്മാര് ദേവന്മാരെക്കാളും പൂജ്യന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ വർഷാദികൾ ഉണ്ടാക്കുന്ന ഇന്ദ്രാദി ദേവന്മാരുടെ വ്യാപാരം പ്രാണികൾക്ക് സുഖവും ദുഃഖവും ഉണ്ടാക്കി തീർക്കുന്നു. അതായത് മഴ പെയ്യുമ്പോൾ സസ്യങ്ങളൊക്കെ വളരും. അപ്പൊ സസ്യഭക്ഷണം ചെയ്യുന്നവർക്ക് അതൊക്കെ നല്ല സുഖം. എങ്കിലും മഴ അധികം അങ്ങോട്ട് പെയ്യുമ്പോഴോ എത്രയോ ചെറുകീടങ്ങൾ നശിക്കാറുണ്ട്. അതുകൊണ്ട് വൃഷ്ടിയാൽ സുഖവും ദുഃഖവും ഉണ്ടാകുന്നു. അങ്ങേപ്പോലുള്ള സജ്ജനങ്ങളുടെ വ്യാപാരമോ എല്ലാവർക്കും ഒരുപോലെ സുഖത്തിനായിട്ട് മാത്രം ഉപകരിക്കുന്നു. എങ്ങനെയെന്നാൽ സജ്ജനങ്ങളുടെ മനസ്സ് എപ്പോഴും
ഭഗവത് പാദത്തിൽ രമിച്ചുകൊണ്ടിരിക്കും. ലൗകിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പോലും അവർക്ക് സമയമില്ല, സന്തോഷമില്ല. ഭഗവത് കഥകൾ മാത്രം അവർ കീർത്തിക്കും. ആ കീർത്തനങ്ങൾ ആരുടെ കർണരന്ധ്രത്തിൽ പ്രവേശിക്കുന്നുവോ അവരുടെയും പാപങ്ങൾ തീരെ നശിപ്പിച്ച് അവർക്കും ഉദ്ഗതി ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് തങ്ങൾക്കും അന്യർക്കും ഒരുപോലെ സുഖമുണ്ടാക്കി തീർക്കുന്ന സാധുക്കള്, അങ്ങേപോലുള്ള സജ്ജനങ്ങള്, ചിലർക്ക് സുഖത്തെയും മറ്റു ചിലർക്ക് ദുഃഖത്തെയും ഉണ്ടാക്കുന്ന ദേവന്മാരെക്കാളും പൂജ്യന്മാര് തന്നെ എന്നതിൽ ഒട്ടും സംശയമില്ല. ഇന്ദ്രാദി ദേവന്മാരുടെ സന്ദർശനത്തെക്കാൾ സാധു സന്ദർശനം പരമപുരുഷാർത്ഥപ്രദമാണ്. അതാണ് വസുദേവര് പറഞ്ഞതിന്റെ അർത്ഥം. മോക്ഷസൗധ കവാടം തുറക്കാനുള്ള താക്കോല് സാധുക്കൾ സൂക്ഷിക്കുന്നു. അവരുടെ പാദസേവ കൊണ്ട് അത് കിട്ടിയാൽ മാത്രമേ ആത്യന്തിക സുഖ ശാന്തി വരുള്ളൂ എന്നുള്ള അഭിപ്രായം പ്രകടിപ്പിക്കുന്നു വസുദേവര്. ഭജന്തിയേ യഥാ ദേവാൻ ദേവാ അപി തഥൈവ താൻ ഛായേവ കർമ്മ സജീവാ സാധവോ ദീനവത്സല എന്ന് തന്നെയല്ല, സജ്ജനങ്ങൾക്കും ദേവന്മാർക്കും തമ്മിൽ വലിയൊരു വ്യത്യാസം മറ്റൊരു വിധമായിട്ട് ഉണ്ട്. ഓരോവിധ ഫലകാംക്ഷയോടുകൂടി ഓരോവിധ യാഗഭേദങ്ങളാൽ ഓരോരുത്തര് ദേവന്മാരെ ഭജിക്കും. ആര് എങ്ങനെ തങ്ങളെ ഭജിക്കുന്നുവോ അവരെ ആ വിധം ദേവന്മാര് അനുഗ്രഹിക്കും. ഒരാള് പോകുന്ന ദിക്കിൽ നിഴലും പോകുന്നത് പോലെ തങ്ങളെ ആശ്രയിക്കുന്നവരെ മാത്രം അനുഗ്രഹിക്കുന്ന ദേവന്മാര് കർമാനുസാരികളാവുന്നു. അങ്ങേപോലുള്ള ഭഗവത് ഭക്തന്മാരോ താപത്രയത്താൽ സന്തപിച്ചു കൊണ്ടിരിക്കുന്നവരെ എല്ലാം അനുഗ്രഹിക്കും. ആ ദീനന്മാര് തങ്ങൾക്ക് ഉപകാരം ചെയ്തവരാണോ ചെയ്യാത്തവരാണോ എന്ന വിചാരമൊന്നും സജ്ജനങ്ങൾക്കില്ല. ദുഃഖിതന്മാരുടെ ദുഃഖം തീർത്ത് അവരെ ആനന്ദിപ്പിക്കണം എന്ന് മാത്രമേ സജ്ജനങ്ങൾക്ക് വിചാരമുള്ളൂ. അതുകൊണ്ട് സാധുക്കൾ കർമാധീനന്മാരോ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരോ അല്ല. അന്യന്മാരുടെ ദുഃഖം തീർക്കുന്നതാണ് അവരുടെ സ്വഭാവം. അവര് ആനന്ദികളാകയാൽ അന്യരിൽ നിന്നും യാതൊന്നും കിട്ടേണ്ടതായിട്ടില്ല, അവര് പ്രതീക്ഷിക്കുന്നുമില്ല. പരാനുഗ്രഹത്തിന് വേണ്ടി മാത്രം ദേഹസന്ധാരണം ചെയ്യുന്നവരാകുന്നു ഭവാദൃശന്മാരായ സാധുക്കൾ എന്താണ് വസുദേവര് പറഞ്ഞതിന്റെ സാരം. ബ്രഹ്മൻ ദധാമി പൃച്ഛാമോ ധർമാൻ ഭാഗവതാംസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാ മർത്യോ മുച്യതേ സർവതോ ഭയാൽ. ഇങ്ങനെ ഇരിക്കുന്ന ദീനവത്സലനായ അങ്ങയെ കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃതാർത്ഥരായി മഹർഷി. എങ്കിലും ചിലത് ചോദിക്കണമെന്ന് ആഗ്രഹിക്കണം. ശ്രീ ഭഗവാൻ തന്നെ സമീപത്തുള്ളപ്പോൾ അവിടെ ചോദിക്കാതെ എന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിന് എന്ന് അങ്ങ് ശങ്കിക്കരുത്. അങ്ങ് ബ്രഹ്മപുത്രനാകയാലും സദാ ബ്രഹ്മത്തെ കണ്ടുകൊണ്ടിരിക്കുകയാലും ലോകാനുഗ്രഹത്തിനായി സഞ്ചരിക്കുന്ന സർവഗുരുവായ അങ്ങയോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സാക്ഷാൽ ഭഗവാൻ തന്നെ സമീപത്തുണ്ടെങ്കിലും ലോകദൃഷ്ട്യാ ഞാൻ പിതാവും അദ്ദേഹം പുത്രനുമല്ലേ. അപ്പൊ ഗുരുത്വം എന്നിലിരിക്കുന്നത് കൊണ്ട് അവിടെ ചോദിക്കുന്നത് ലൗകികത്തിന് വിരോധാണ്. അതുകൊണ്ട് ഭക്തനും ഭഗവാനും ഒന്നു തന്നെ എന്ന ന്യായം അംഗീകരിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ബ്രഹ്മൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. യാതൊരു ഭാഗവത ധർമ്മങ്ങൾ ശ്രദ്ധയാ കേൾക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ മരണഭീതിയോടുകൂടിയിരിക്കുന്ന മനുഷ്യൻ സർവഭീതിയും തീർന്ന് സുഖിയായി ഭവിക്കുമോ? ആ ഭാഗവത ധർമ്മങ്ങൾ ഭഗവാൻ സന്തോഷിക്കത്തക്കതായ അനുഷ്ഠാനക്രമങ്ങൾ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. ദേവകി മുതലായവരും ഉള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങള് എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ദേവകിയൊക്കെ ഉണ്ടല്ലോ അടുത്ത്. അപ്പൊ മരണഭീതിയോടുകൂടിയിരിക്കുന്ന മനുഷ്യൻ സർവഭീതിയും തീർന്ന് എങ്ങനെയാണ് സുഖിയായി ഭവിക്കേണ്ടത്? ആ ഭാഗവത ധർമ്മങ്ങള് ഞങ്ങൾക്ക് ഉപദേശിച്ചു തരണം എന്ന് വസുദേവര് നാരദരോട് ചോദിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.